ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഒരു ബിരിയാണിയാണ്. ചിക്കൻ പൊരിച്ച ഒരു ബിരിയാണിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളിക്ക് ആവശ്യമാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണ്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് അതിലേക്ക് ആവശ്യമായ അരി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം. എണ്ണ ഇവിടെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച ചിക്കൻ്റെ എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ എണ്ണയിലോട്ട് നമുക്ക് സവാള മൂപ്പിച്ചെടുക്കാം. ഈ എണ്ണയിലോട്ട് സവാള വഴറ്റണം. സവാള ഇവിടെ കിടന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ തക്കാളിക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് വേവിക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്പൈസസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇവിടെ തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് ഇവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആകട്ടെ. ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നാരങ്ങാനീരും ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി ഇതിലേക്ക് അരി ചേർക്കാം. നമുക്ക് അരി തിളച്ച് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ദം ചെയ്യാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ദം ചെയ്യണം. ആദ്യമായിട്ട് കറി ഇട്ട് കൊടുക്കാം. കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉള്ളി വറുത്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വറുത്തത് ചേർത്ത് കൊടുത്തു. കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് ഒഴിച്ചു കൊടുക്കണം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗ്രേവി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കറിയുടെ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ കറിയും കൂടെ ഞാൻ മുന്നോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ദം ചെയ്യണം. ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിയിട്ടില്ല.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്കൻ ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.